Hi friends, it's me Abhi Bashaf and എല്ലാവർക്കും ഒരിക്കൽ കൂടി കിട്ടാൻ ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിറ്റി ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത നമ്മൾ മുമ്പും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റായ ആൻഡി ഹാംസൺ, അവിടുത്തെ ഒരു പ്രമുഖ ജേർണലിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ട്വീറ്റോട് കൂടി ഇപ്പോൾ ആ ഒരു വാർത്ത നമ്മൾ സ്ഥിരീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഏത് ടീമാണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. സിറ്റി ഗ്രൂപ്പിന് ലോകമെമ്പാടും 7 ടീമുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടീമുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ തന്നെ ഗിറോണ, മെൽബൺ സിറ്റി, ന്യൂയോർക്ക് സിറ്റി. മാത്രമല്ല അവർക്ക് ചൈനയിലും ജപ്പാനിലും ഉറുഗ്വേയിലും ക്ലബുകളുണ്ട്. അപ്പൊ 8ാമത്തെ ടീം ഇന്ത്യയിലാണെന്നുള്ള ഒരു സ്ഥിരീകരണം ഏതാണ്ട് ഒരു സ്ഥിരീകരണമായിട്ടുള്ള ഒരു മട്ടിലാണ്. അത് ഏത് ടീമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. മുൻപ് ഇവരുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സിഇഒ ആയിട്ടുള്ള ഫെറാൻ സൊറാനിയോ ജംഷഡ്പൂരിൽ കഴിഞ്ഞ സീസണിൽ മത്സരം കാണാൻ എത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയ റൂമറാണ്. അന്ന് ജംഷഡ്പൂർ FC ഇതേപോലെ ഇവര് സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡും ജംഷഡ്പൂരുമായിട്ടുള്ള ഒരു ടൈപ്പിന്റെ വാർത്തകളൊക്കെ കേട്ടതിന് ശേഷമാണ് ഇറങ്ങിയത്. എന്നാൽ ഇപ്പൊ ആ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജംഷഡ്പൂരിനെ വാങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത് കേൾക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപ് ആ ഒരു വാർത്ത കേൾക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിറ്റി ഗ്രൂപ്പിന്റെ ടീമുകളായിട്ടുള്ള മെൽബൺ സിറ്റിയും അതുപോലെ തന്നെ ഗിറോണയും ഇന്ത്യയിൽ പ്രീ സീസൺ, അതും കൊച്ചിയിൽ പ്രീ സീസൺ കളിക്കാൻ എത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ. അന്ന് മുതൽ കേൾക്കുന്ന ഒരു റൂമറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ സിറ്റി ഗ്രൂപ്പിന് താല്പര്യമുണ്ട് എന്നുള്ളത്. ഇതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് അറിയത്തില്ല. ഇനി 3ാമത്തെ ടീം എന്ന് പറയുന്നത് മുംബൈ സിറ്റി FC ആണ്. എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മുംബൈ സിറ്റി FC വാങ്ങാനാണ് ഈ സിറ്റി ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ സാധ്യത. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ ടീമിന്റെ ഒരു പേര് വെച്ച് നോക്കുമ്പോൾ എല്ലാം സിറ്റി ബേസ്ഡ് ടീമുകളാണ്. പിന്നെ ഗിറോണ ഒക്കെ ആണെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ടീം ആയതുകൊണ്ടാണ് ആ ഒരു ഇത് വരാനത്. പിന്നെ ഇവര് മേടിച്ച ടീമുകളെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ മാഞ്ചസ്റ്റർ ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും മെൽബൺ ആണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ്. മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. അപ്പോൾ സിറ്റി ഗ്രൂപ്പ് വാങ്ങാൻ ഏറ്റവും സാധ്യത എനിക്ക് തോന്നുന്നത് മുംബൈ തന്നെ മേടിക്കാനായിരിക്കും. ഏതായാലും ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നമുക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്നില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇസ്മി അബി ബഷഫാൻ സൈനിങ് ഓഫ്.